എന്റെ പട്ട അങ്ങനെയൊന്നും വെട്ടാൻ പറ്റില്ല. ഞാൻ നല്ല ബലമുള്ള നൂല് കൊണ്ടാ കെട്ടിയിരിക്കുന്നേ. അല്ലേ ചുൽബുൾ? അതെ അതെ, പിന്നെ അല്ലാതെ. വണ്ടി അവന്റെ നൂലിൽ കുപ്പിച്ചില്ലുകൾ പിടിപ്പിച്ചിട്ടുണ്ട്. നിനക്ക് അവന്റെ നൂല് പൊട്ടിക്കാൻ കഴിയില്ല. ജിന്റു എന്റെ നൂല് ആർക്കും പൊട്ടിക്കാനാവാത്തതുപോലെ ബലമുള്ളതാക്ക്. ഓക്കെ ബോസ്. വീരിന്റെ പട്ടം എല്ലാ പട്ടങ്ങളെയും പൊട്ടിച്ചല്ലോ. അവനിതെങ്ങനെ ചെയ്ത്? ഞാനീ ആകാശത്ത് എന്താ ചെയ്യുന്നത്? ഭക്ഷണ സാധനങ്ങൾ എവിടെയുണ്ടോ ജിന്റു ചേട്ടൻ അവിടെയുണ്ട്. അവിടെ നിൽക്ക്. നീ ഇതെവിടാ പോകുന്നേ? എങ്ങോട്ടാണെന്നെങ്കിലും പറഞ്ഞിട്ട് പോ. വീരത്തെ പറക്കുന്നു. അങ്ങോട്ട് നോക്ക്. വീരത്തെ പട്ടത്തിന്റെ ഒപ്പം പറക്കുന്നു. അല്ലെങ്കിൽ ഈ ജിന്റു എന്ത് പണി കൊടുത്താലും പാതി വഴിയിലാക്കിയിട്ട് മുങ്ങിക്കളയും. ഞാൻ നിന്നെ രക്ഷിക്കാം വീർ. ഓൾറെഡി ഇവിടെ പ്രശ്നത്തില്ല. എന്നെ കൂടുതൽ ശല്യം ചെയ്യാൻ വരരുത്. ഓ വേഗം പോടുന്ന്. ഹലോ ഫ്രണ്ട്, നിനക്ക് എന്താ വേണ്ടേ? ഞാൻ നിന്നെ പിടിച്ചുകൊണ്ടുപോകും. എന്നിട്ട് എന്റെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കും. ഇല്ല, നിനക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഞാൻ അങ്ങനെ തന്നെ ചെയ്യും. വളരെയധികം നാളുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ഇര എനിക്ക് കിട്ടിയിരിക്കുന്നത്. വീരെവിടെ? ഭാഗ്യം, നിനക്ക് ഓർമ്മ കിട്ടിയല്ലോ. വീരതേ അവിടെ ആകാശത്ത് പട്ടങ്ങളോടൊപ്പം പറന്നോണ്ടിരിക്കുക. വേഗം ചെല്ല്, വീറിനെ രക്ഷിക്കേ. ആ തത്തമ്മ രക്ഷപ്പെട്ടല്ലോ. പക്ഷെ അടുത്ത തവണ എന്തായാലും പിടിക്കണം. ജിന്റു ഇങ്ങ് വന്ന് നീ എന്താ ചെയ്യണ്ടേ ഞാൻ പറഞ്ഞുതരാം. വേണ്ട, വേറെന്തെങ്കിലും പറ. ഇതെനിക്ക് പറ്റൂല. വീർ പ്ലീസ്. എന്തായി ചെയ്ത്? പഴയ പോലെ ആക്ക്. വേഗം തന്നെ പഴയ പോലെ ആക്ക്. വീർ കം ഓൺ. നിന്നെ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഹായ് ആന്റി. വരൂ, നമുക്കിനി പുറത്തിറങ്ങി നടക്കാം. എന്നാലേ കള്ളൻ നമ്മളെ കാണുള്ളൂ. അപ്പ അവനെ തത്തമ്മയെ അയക്കും. വരൂ വീർ. ഞാൻ എന്തായി കാണുന്നേ? വിട്ടുകുട്ടാ ചെല്ലടാ. ഇന്ന് എവിടെയാണ് മോഷണം നടത്തേണ്ടതെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരാം. വീർ, നീ ഇതെന്ത് കോലത്തിലാ വന്നിരിക്കുന്നത്? ഇതല്ല ഈ ജിന്റുവിന്റെ പണിയാ. ജിന്റു, ഇത് നീയായിരുന്നോ? കൊള്ളാം. ജിന്റു, വേഗം എന്നെ പഴയ പോലെ ആക്കിക്കോ. ഈ രൂപത്തിൽ എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. നീയും നിന്റെ രൂപത്തിലായിക്കോ. ഓക്കേ ബോസ്. ഈ തത്തമ്മ മേൽക്കൂരയിൽ കയറിയിരുന്ന ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കുന്നുണ്ടായിരുന്നു. നിന്റെ സംശയം ശരിയായിരുന്നു. ജിന്റു, നീ ഈ രൂപത്തിൽ തന്നെ കിടന്നുറങ്ങ്. പിന്നെ അപ്പൂപ്പ ഈ പാരറ്റിന്റെ ജിന്റുവിന്റെ റൂമിൽ കൊണ്ട് വെക്ക്. ജിന്റു, നേരത്തെ ആന്റി പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം. അല്ല, നീ എന്തായി ചെയ്യുന്നത് വീർ? ഈ റോബോട്ട് ആ പാരറ്റിന്റെ പിന്നാലെ പോവും. അപ്പൊ പിന്നെ ഞാൻ ഈ റോബോട്ടിനെ ട്രാക്ക് ചെയ്ത് ആ കള്ളന്റെ അടുത്തേക്ക് പോവും. ആ തത്തമ്മ സ്വർണ്ണങ്ങൾ എടുത്തോണ്ട് പറന്നുപോയി. വേഗം അതിന്റെ പിന്നാലെ പോ. System start.
ആ? അയ്യോ ഇവിടെ എന്തൊക്കെയായി സംഭവിക്കുന്നേ? അയ്യോ ഇതെന്ത് മായവിദ്യയാണ്? ഇവനേതോ മായാജാലക്കാരനാണ്. ജിൻടു ഇംലിയെ കൂട്ടിക്കൊണ്ട് എന്റെ പിന്നാലെ വാ. ജിൻടു വരൂ, വേഗം പോവാ. വീടിന് പിന്നാലെ പോണം. ആരുടെ പിന്നാലെയാ പോകേണ്ടത്? ഞാൻ ആരാണ്? ഇന്നലെ രാത്രി എന്റെ അങ്കിളിനെ നീ കൊള്ളയടിച്ചില്ലേ? അദ്ദേഹത്തിന്റെ സാധനമൊക്കെ തിരിച്ചു കൊടുത്ത് അയാളോട് ക്ഷമ ചോദിക്കേ, ഇല്ലെങ്കിൽ അയ്യോ ഒരു അബദ്ധം പറ്റി മക്കളേ. ഞങ്ങളോട് ക്ഷമിക്കണേ. അയ്യോ please ക്ഷമിക്കണേ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ഞാനിവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുക? ഭാഗ്യം നിന്റെ ഓർമ്മ തിരിച്ചു വന്നല്ലോ. ഇന്നലെ രാത്രി എന്റെ അങ്കിൾ അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു. നിങ്ങൾ അദ്ദേഹത്തെ കൊള്ളയടിച്ചു. ഇനി പറ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ? ഞാൻ അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചോളാം. എന്നിട്ട് സാധനങ്ങളെല്ലാം തിരികെ കൊടുത്തോളാം. സത്യം. സോറി സാറേ, വീട്ടിലെത്തിയപ്പോഴാ ഓർത്തത്. നിങ്ങൾ മറ്റൊരു രാജ്യത്ത് നിന്ന് ഞങ്ങളുടെ ദേശത്തേക്ക് വന്നതല്ലേ, അപ്പൊ നിങ്ങൾ ഞങ്ങളുടെ അതിഥിയാണല്ലോ. പിന്നെ സാറേ, ഞങ്ങളുടെ ഇവിടെ ഒരു ചൊല്ലുണ്ട്, ഗസ്റ്റ് ഈസ് ഗോഡ് എന്ന്. അതിഥി ദേവോ ഭവ. എന്നോട് ക്ഷമിക്കണം സാറേ, ഒരു അബദ്ധം പറ്റിയതാ. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷേ ഈ അത്ഭുതം എങ്ങനെയാണ് സംഭവിച്ചത്? ഇത് അത്ഭുതമൊന്നും അല്ല എന്റെ പൊന്നു സാറേ, ശരിക്കും അത്ഭുതം കണ്ടത് ഞങ്ങളാണ്. ഓക്കെ സാറേ, സോറി സാറേ, ബൈ ബൈ സാറേ, താങ്ക് യു സാറേ. എന്റെ പൊന്നനിയ, ഇനിയെങ്കിലും ഒന്ന് പറ, നീ ആരാടാ കുട്ടാ? കാണുമ്പോ ഞാൻ ചിലപ്പോ കുഞ്ഞു പയ്യനായിരിക്കും. എന്റെ പേരാണ് വീർ. ഗുഡ് മോർണിംഗ് അങ്കിൾ. വെരി ഗുഡ് മോർണിംഗ് വീർ. തേനീച്ചകളൊക്കെ എവിടുന്ന് വന്നു? ഈ ചഡ്ഡാങ്കൾ എന്തിനാ ഇങ്ങനെ ഡേഞ്ചറസ് ആയിട്ട് എപ്പോഴും വണ്ടി ഓടിക്കുന്നേ? അകത്തോട്ട് പോകരുത്. അകത്ത് തലയില്ലാത്ത ഭൂതമുണ്ട്. അകത്തോട്ട് പോകുന്നവരൊക്കെ ഭൂതം പ്രാവാക്കി മാറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പോകരുത്, നിക്ക്. വേഗം ഭൂതത്തിന്റെ വേഷം ധരിക്കേ. ആ പെൺകുട്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളെ ഇവിടുന്ന് പേടിപ്പിച്ച് ഓടിക്കണം. ഞാനെല്ലാം കണ്ടല്ലോ. നിങ്ങൾ ഭൂതങ്ങളൊന്നുമല്ല. ഇനി നിന്നെ ഞങ്ങൾക്ക് വെറുതെ വിടാനാവില്ല. വിട്ടാൽ നീ പുറത്തുപോയി സത്യങ്ങളെല്ലാം വിളിച്ചു പറയും. ഇവിടെ ഭൂതങ്ങളല്ല, മനുഷ്യന്മാരാണെന്ന്. പിന്നെ ഞങ്ങളുടെ മോഷണങ്ങളും സ്മഗ്ലിംഗ് കാര്യങ്ങളും ചെയ്യാൻ സാധിക്കില്ല. നിന്നെ ഞങ്ങളിവിടെ കെട്ടിയിടാൻ പോവുകയാണ്. ഭൂതങ്ങൾ അവളെ ഒരു പ്രാവാക്കി പറത്തി വിട്ടിരിക്കുന്നു. ഓടിക്കോ. മുത്തശ്ശ, എന്നെ ഒന്ന് സഹായിക്കണം. എന്താ, എന്തു പറ്റി? നിങ്ങൾ എന്താ ഇത്ര ഭയന്ന് വിറച്ച് നിൽക്കുന്നത്? ഇന്നെന്റെ മോള് സാരിക എന്നോട് ദേഷ്യപ്പെട്ട് പ്രാവായി പറന്നു പോയി കളഞ്ഞു. മുത്തശ്ശ, എന്നെ ഒന്ന് സഹായിക്കും മുത്തശ്ശ, പ്ലീസ്.
അപ്പോ ശരി ശരി, നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ എന്തെങ്കിലും ചെയ്യാം. ഞാൻ നേരിട്ട് പോയി അവിടെ പ്രശ്നം എന്താണെന്ന് അന്വേഷിച്ചിട്ട് വരാം കേട്ടോ. ഞാനും അപ്പൂപ്പന്റെ കൂടെ വരാം അപ്പൂപ്പ. ഞാൻ സരികയെ ഭൂതങ്ങളുടെ അടുത്തുനിന്ന് രക്ഷിക്കാം. നല്ല ധൈര്യശാലിയാണ് വീർ. ഞാനും ഭയങ്കര ഒരു ധൈര്യശാലിയൊക്കെ തന്നെയാ. ഭൂതങ്ങളും പ്രേതങ്ങളൊന്നും ഈ ഭൂമിയിലില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് ആ പെൺകുട്ടിയെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് വരും. നിങ്ങൾ വേണമെങ്കിൽ കണ്ടോളൂ. വരൂ വരൂ, എല്ലാവർക്കും അങ്ങോട്ട് പോകാം. പിന്നെ ആരും അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നും